നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. UDFന്റെ പ്രതീക്ഷ 100+ ആണ്. അതെ, 100 വയനാട് തീരുവാനായി. 100+ 85 ഉറപ്പായി. LDFന്റെ പ്രതീക്ഷ 110. 110 സീറ്റ് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന്. ഐക്യമുന്നണിക്ക് 77 110 സീറ്റ് കിട്ടി. അന്ന് പക്ഷേ CPI യും RSPയും ലീഗും കോൺഗ്രസും എല്ലാം ഉൾപ്പെട്ട ആ മുന്നണിക്ക് 110 സീറ്റ് കിട്ടിയിട്ടുണ്ട്. 77 കഴിഞ്ഞ് ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് തോറ്റ തുന്നം പാടിയ സമയത്ത് കേരളത്തിന് മാത്രം ഇത്രയും വലിയ വിജയം ഉണ്ടായി. 20 പാർലമെന്റ് സീറ്റിലും കോൺഗ്രസ് UDF ഐക്യമുന്നണി വിജയിക്കുകയും ചെയ്തു. അപ്പോൾ കേരള ജനത ആഗ്രഹിക്കുന്നത് ഒരു അടിയന്തരാവസ്ഥ ഘട്ടമാണെന്ന് തോന്നുന്നു. കറക്റ്റ്. അതാണ് മാത്രമല്ല, അന്ന് പലരും പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ നടക്കുന്നത് ആർക്കും മനസ്സിലായില്ല. പത്രങ്ങൾ സെൻസർഷിപ്പ് അല്ലേ, TV ചാനലും ഇല്ല, ആരും ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഈ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം ഈ വലിയൊരു സംയുക്ത മുന്നണി വന്നുകൊണ്ടാണ്. എന്താണ് സപ്താക്ഷിയല്ല, അത് 67 ഇത് 70 ഐക്യമുന്നണി. കോൺഗ്രസ്, CPI, ലീഗ്, RSP എല്ലാവരും ഉണ്ട്. CPI ഇല്ലാത്തുള്ളൂ ഇപ്പം ഇക്കൂട്ടത്തിൽ. പക്ഷെ ഇതുപോലൊരു 110 സീറ്റ് പിടിക്കാനുള്ള സ്കോപ്പ് CPM ഉണ്ട്. അതേതാണെന്നറിയാമോ? BJP ആയിട്ട് കൂട്ടുപോകണം. അല്ല, കൃത്യം BJP CPM മത്സരം. ഇവിടെ കൃത്യമായ വോട്ട് ബാങ്ക് വർധന നടത്തുന്ന ഒരു പാർട്ടി BJP ആണ്. അതെ, മറ്റ് പാർട്ടികളൊക്കെ ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കൂട്ടമാണ്. കാരണം വ്യവസ്ഥാപിത രീതി അവർക്കില്ല. അടിത്തറ പതിയെ വിപുലപ്പെട്ട് വരുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. CPM മാത്രമാണ് അതുണ്ടായിരുന്നത്. CPM മാത്രമായിരുന്നു. BJPക്ക് കൃത്യമായ അടിത്തറയുണ്ട്. കോൺഗ്രസ് ഒരു പാർട്ടിയല്ല, ഒരാൾക്കൂട്ടമാണ്. അതെപ്പോഴും നമ്മൾ അറിയാവുന്നൊരു കാര്യമാണ്. അത് അടിസ്ഥാനപരമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് ഭരണവിരുദ്ധ വികാരത്തിന് പുറത്ത് വോട്ട് ചെയ്യും. പണ്ട് കേരളത്തിന് പുറത്ത് ഇലക്ഷൻ പ്രധാന റിപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇവിടെ നമുക്ക് മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും DCC ഒക്കെ എങ്ങനെയുണ്ട്, അവിടെ കുറഞ്ഞ യൂണിറ്റ് DCC ആണെന്നാണ് പല. അത് തന്നെ അവിടെ ആരും ഇല്ലെന്നാണ്, DCC ഓഫീസർ പോലെ അവിടെ ആരും ഇല്ലെന്നാണ്. ഇവിടെ താഴെത്തട്ടിൽ ഉള്ള സംവിധാനം വളരെ വീക്കാണ്. ഇവിടെ കോൺഗ്രസ് വരുന്ന ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി അത്രേ ഉള്ളൂ. അതാണ് സംഭവിക്കുന്നത്, എപ്പോഴും തന്നെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം കോൺഗ്രസിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലീഗുണ്ട്. അപ്പം ലീഗ് എന്ന് പറയുന്ന അടിത്തറയുള്ള പാർട്ടിയാണ്, നല്ല ശക്തമായ പാർട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ CPM-ഉം BJP-യും ഒരുമിച്ച് ചേർന്നാൽ 110 സീറ്റ് കിട്ടും. ഇല്ല, അതാണോ പുള്ളി പറഞ്ഞത്? അതുകൊണ്ട് 3 മണിക്കൂറോളം വിശദമായ വിശകലനം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. ആയിരിക്കാം. അല്ല, എൻ്റെ ഒരു തോന്നൽ 110 സീറ്റ് കിട്ടുമെന്ന് പറയണമെങ്കിൽ, അതായത് നമുക്കിവിടെ അറിയാവുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് പൊതുവെ എപ്പോഴും അടുത്ത അസംബ്ലി ആവർത്തിക്കും. 2020 എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് 21 സംഭവിച്ചത്. അതിനേക്കാൾ ഇച്ചിരി തീവ്ര മാറ്റം സംഭവിച്ചത് 90 പിന്നെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF വലിയ വിജയം നേടിയപ്പോൾ 91 പെട്ടെന്ന് അസംബ്ലി. അല്ല, അത് മാത്രമല്ല നടന്നത്, ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല, അതോ തദ്ദേശ അല്ലല്ല, ജില്ലാ കൗൺസിലുകൾ മാത്രം നടന്നു. അല്ല, അത് പക്ഷേ എല്ലാ ജില്ലാ കൗൺസിലും കിട്ടിയപ്പോൾ ഒരു കരുതി അന്ന് 87 4 മിനിസ്റ്റർക്ക് 92 വരെ കാലാവധിയുണ്ട്. പക്ഷേ ഇത് ജയിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ നമുക്കിനി ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ നമ്മൾ ജയിക്കുമെന്ന് വിചാരിച്ചു. അതോടെ നഷ്ടപ്പെട്ടു. അതൊരു വളരെ വിചിത്രമായ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് രാജീവ് ഗാന്ധിയുടെ വധം അതൊരു പ്രധാന അതുകൊണ്ടാണ് അതിന്റെ കാര്യം. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇല്ല. പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ കൂടെ അസംബ്ലി നടത്തി. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമെന്ന് ആരെങ്കിലും കരുതിയില്ല. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് കൊണ്ട് സംഭവിച്ച അല്ലാതെ ഒരു രാഷ്ട്രീയ ഇതിപ്പോൾ എന്തും സംഭവിക്കും. ഞാൻ പറഞ്ഞത് ഒരു പ്രമുഖനായ ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണയുള്ള ഒരു നേതാവ് കൊല്ലപ്പെട്ട തീർച്ചയായിട്ടും അത് പ്രത്യേകത ഉണ്ടാവില്ല. അതിന്റെ നേട്ടം അവരെ പാർട്ടി ഉണ്ടാവുകയും ചെയ്യും. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതുകൊണ്ടാണല്ലോ 404 സീറ്റോ 414 സീറ്റ് അതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അപ്പൊ ഇതൊരു ട്രെൻഡാണ്. ഈ ട്രെൻഡ് എന്ന് പറയുന്നത് കുറെ നാൾ ഇതിനാണ് ട്രെൻഡ്. പഞ്ചായത്ത് ഇലക്ഷന്റെ അത് കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും. കണ്ടിന്യൂഷൻ ഇടതുപക്ഷത്തിനെതിരാണ്. എന്നിട്ടും 110 സീറ്റ് എന്ന് പറയണമെങ്കിൽ ഒരേ ഒരു സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ, BJP-യുമായിട്ട് കൃത്യമായ ധാരണ കാണും. അതല്ലാതെ പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ? എത്ര കൂട്ടി നോക്കിയാലും ഇത് വരുന്നില്ലല്ലോ. ഇതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം നമ്മുടെ റെജി ലൂക്കോസ് എന്നെ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അപ്പം നമ്മൾ നിങ്ങൾ പരിചയമുണ്ടോ? വളരെ അടുത്ത സുഹൃത്താണ് റെജി. ഞങ്ങളെ പരിചയപ്പെട്ടു. ഞാൻ ചാനൽ ജോലി ചെയ്യുന്ന കാലത്താണ് റെജിയെ പരിചയപ്പെടുന്നത്. ശരിക്കും റെജി അതിന് മുമ്പ് എനിക്ക് അറിഞ്ഞൊന്നും കൂടാ. യാർച്ചയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ഇയാൾ നന്നായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെട്ട് അങ്ങനെ നമ്പർ ഇട്ട് വിളിച്ച് പരിചയമായതാണ്. പക്ഷേ റെജിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ളൊന്ന് കൃത്യമായി നമ്മൾ വിളിച്ച ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. നമ്മൾ പലപ്പോഴും ചാനലുകൾ നേരിടുന്നൊരു പ്രതിസന്ധി, ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ചാനൽ നമ്മൾക്ക് ഉയർന്ന ചാനലുള്ള ഒരു അടുത്ത് ക്ഷണിക്കുകയാണെങ്കിൽ നമ്മുടെ പറയുപോലും ചെയ്യാതെ വരാൻ നോക്കളെ നമ്മളത് അറിയില്ല. നമ്മൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ സമയത്ത് അതിനെ വിളിച്ചാൽ കിട്ടും. അത് നിങ്ങൾ ജയിക്കുന്നില്ല സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് റെജിയെ പരിചയപ്പെടുന്നത്. റെജി അക്കാര്യത്തിൽ ഭയങ്കര നീറ്റായിരുന്നു. പിന്നെ കാര്യങ്ങൾക്കത്തിൽ പഠിച്ചിട്ട് റെജി വരുള്ളൂ. സംശയമാണ് ചോദിക്കുകയും ചെയ്യും.
അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പല സുഹൃത്തുക്കളൊക്കെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ചില പ്രത്യേക വിഷയങ്ങൾ ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെ പുള്ളി സംശയമുണ്ടെങ്കിൽ അവരെ നമ്പർ വാങ്ങിച്ച് വിളിച്ച് ചോദിച്ചു. അത് അങ്ങനെ വരുള്ളൂ പുള്ളി എന്തായാലും. നമ്മൾ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അല്ല, റെജിയുടെ പശ്ചാത്തലം എന്താണ് ഈ ചാനൽ ചർച്ച? റെജി ഏറ്റവും നല്ലൊരു സ്വദേശിയാണ്, കണക്കാരി എന്ന മറ്റോ കണക്കാർ സ്വദേശിയാണ് അദ്ദേഹം. വളരെ ഒരു പുരാതന കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്നൊക്കെ. അതെ, നമുക്കറിയാം, കുടുംബക്കാരൊക്കെ അറിയാം. അതെ, എന്തായാലും പുള്ളിയുടെ സ്വഭാവം കൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല പുരാതന കുടുംബം. വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പുള്ളി കുറെ ദീർഘകാലം അമേരിക്കയിലായിരുന്നു, അവിടെ ജോലിയായിരുന്നു. ഇതൊക്കെ സത്യമാണോ? അത് സത്യമായിരുന്നു. പിന്നെ പുള്ളി ഇതൊക്കെ പുള്ളി പറയുന്നതിന് നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞേ, ഇപ്പം ഈ പല ആളുകളും ഒരുപാട് അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട്. ഈ അവകാശവാദങ്ങളൊക്കെ ശരിയാണെന്നുള്ള കാര്യം എനിക്ക് റെജി ലൂക്കോസിനെ ഞാൻ ചാനൽ ചർച്ചകളിൽ, ഞാൻ ഇടക്കാലത്ത് കൈരളി ചാനൽ ചർച്ചയ്ക്ക് പോകുമായിരുന്നു. അതെ, ഇടക്കാലത്ത് ഈ കൈരളി ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന കൈരളിയും ജനത്തിനും പോകുമായിരുന്നു. പിന്നെ എൻ്റെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ഈ ചാനൽ ചർച്ചകളിൽ പോകുന്ന സമയത്ത് റെജി എൻ്റെ പാനലിലുണ്ടായിരുന്നു. നേരിട്ട് കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. കോട്ടയത്തായിരിക്കും. നേരിട്ട് കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ റെജി ലൂക്കോസിനെ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതായത് റെജിയുടെ പല തേഞ്ഞൊട്ടലുകളും സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളാവാറുണ്ട്. എനിക്കൊന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം ട്രോള് ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ റെജിയെക്കുറിച്ചായിരിക്കും. മറ്റുള്ളവരൊക്കെ ഇപ്പം ഉദാഹരണത്തിന് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ കേസായി അകത്തായപ്പോൾ ഇഷ്ടം പോലെ ട്രോൾ ഇറങ്ങി. ആ രാഹുലിൻ്റെ ഡയലോഗുകൾ, അവസാനം രാഹുൽ ജയിലിൽ നിന്ന് വെളിയിലേക്ക് ബാഗ് തൂക്കി വരുന്നതൊക്കെ ട്രോളായി. രാഹുലിൻ്റെ ഓരോ വാർത്ത. പക്ഷേ നിരന്തരമായി ട്രോളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് റെജി ലൂക്കോസ്. അതിൻ്റെ കാരണം റെജിക്ക് ഇപ്പം നിങ്ങൾ പഠിച്ചിട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അത് നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു. പുള്ളി വിഷയം ചോദിക്കാൻ, അത് പഠിക്കാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ ഞാൻ നിഷേധിക്കുകയല്ല, നിങ്ങളുടെ സുഹൃത്താണ്. അപ്പം എനിക്ക് റെജിയുമായിട്ട് യാതൊരു പരിചയവുമില്ല. ഈ ചാനൽ ചർച്ച നമുക്കടുത്ത് പരിചയമുള്ളൂ. അപ്പം ഞാൻ റെജിയെ ഒരു കോമാളിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് റെജി ലൂക്കോസിനെ കുറിച്ചുള്ള ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ കോമാളിയാണ്. വിവരക്കേടുകളുടെ ഒരു നിര ഇങ്ങനെ കെട്ടിയുണ്ടാക്കി ആ നിരയിൽ ഇങ്ങനെ ആഘോഷിച്ചു പോകുന്ന ഒരാളാണ് റെജി ലൂക്കോസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എല്ലാ ചാനലും ഇപ്പോൾ ശ്രീജിത്ത് പണിക്കറൊക്കെ എടുത്ത് പഞ്ഞിക്കെട്ട് ഓടിച്ചു വിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതായത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞേ, മനുഷ്യൻ സംസാരിക്കുമ്പോൾ ലോജിക്ക് വേണം. അതെ, അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവൻ അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം കോമൺ സെൻസാണ്. ഈ കോമൺ സെൻസ് ഇല്ലാത്തതാണ് പല പ്രശ്നം. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ പബ്ലിക് സ്പീച്ച് നടത്തുമ്പോൾ വേണ്ട ലോജിക്കാണ്. നിങ്ങൾക്ക് എന്ത് ആശയം പറയാം. ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, മൈത്രേയൻ്റെ ആശയങ്ങളോട് എനിക്ക് കട്ട വിയോജിപ്പാണ്. പക്ഷെ മൈത്രേയൻ പറയുന്ന ആശയങ്ങൾ മൈത്രേയൻ്റെ ലോജിക്കിലാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ ലോജിക്കോട് അദ്ദേഹം പറയുള്ളൂ. അല്ലല്ലേ. അപ്പം നമ്മൾ ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും അതിന് ലോജിക്ക് വേണം. ഈ ലോജിക്കില്ലാതെ ഒരു എയിം പ്ലാൻ ചെയ്തിട്ട് സംസാരിക്കുന്ന അപൂർവ ആളുകളിൽ ഒരാൾ ഈ റെജി ലൂക്കോസിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ പരിഹസിക്കുന്നത്, ഞാൻ പറഞ്ഞപ്പോൾ ഈ CPM വേണ്ടി വാദിക്കാൻ വരുന്ന സ്വരാജ്, അല്ലെങ്കിൽ CPM വാദിക്കാൻ ഒരുപാട് നേരം ഹസ്കർ, അവരൊക്കെ പരമാവധി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ന്യായീകരണത്തിനൊരു ലോജിക്കുണ്ട്. ഇയാൾ പറയുന്നിടത്ത് യാതൊരു ലോജിക്കുമില്ല. പിന്നെ ഞാൻ പലരോടും ചോദിച്ചു, ഇപ്പം രാജ്മോഹന് പറയുന്നില്ല, ഞാൻ പലരോടും ചോദിച്ചു, എന്തിനാണ് ഈ ഊളനെ നിങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? കാരണം ഇയാൾ പറഞ്ഞത്, അപ്പോൾ എന്നോട് ഇവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇയാൾ ഊളത്തരം പറയുന്നത് കൊണ്ടാണ് ഇയാളെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അതായത് ജനം രണ്ട് കാര്യങ്ങളുണ്ട് ഇയാളുടെ ചർച്ച. ഞാൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിലും ഞാൻ പറയുകയാണ്, ഇയാൾ ചാനൽ ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യം അറിയാവുന്നവർക്ക് ഇയാളെ തേക്കാൻ വളരെ എളുപ്പമാണ്. ചർച്ച പങ്കെടുക്കുന്ന മറ്റുള്ളവർക്ക് ഇയാളുടെ വാദങ്ങൾ ഖണ്ഡിക്കാൻ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് ഇയാൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന എതിരാളികൾക്ക് ഇഷ്ടമാണ്. ഇയാളുടെ ഒരു വാദത്തെ പൊളിച്ചടുക്കി കൊടുക്കുമ്പോൾ ആ മറ്റേ ആളെ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരാണെന്ന് എടുക്കുക. ശ്രീജിത്ത് പണിക്കർ റെജി ലൂക്കോസിനെ പൊളിച്ചടുക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർ ഫാൻസിനും ശ്രീജിത്ത് പണിക്കർ ഉയർത്തുന്ന ആശയങ്ങളോ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ആവേശം ഉണ്ടാവും. രണ്ട്, ഒരു മനുഷ്യൻ ഇളിഭ്യനാകുമ്പോൾ, ഒരു മനുഷ്യൻ വിഡ്ഢിയാകുമ്പോൾ, ഒരു മനുഷ്യൻ പൊട്ടനാകുമ്പോൾ എന്തോതൊരു സുഖം സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നത് കാണുമ്പോൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരാൾ വീഴാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ വീഴണോ ചിരിക്കും, മറ്റുള്ളവരെല്ലാം ചിരിക്കുന്നില്ലേ? അത് ചോദിക്കും ഒരു മനുഷ്യൻ. ഇത് മലയാളികളുടെ മാത്രം പ്രത്യേകതയാണ്. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് കാല് തെന്നി വീഴുന്നു. ഈ തെന്നി വീഴുമ്പോൾ ഈ വീഴുന്നവന് അവൻ്റെ ചന്തിക്കൽ എന്തെങ്കിലും പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ അവനെന്തെങ്കിലും ക്ഷീണം പറ്റിയോ എന്നതിനേക്കാൾ അവൻ ചുറ്റിനും നോക്കുന്ന ആരെങ്കിലും കണ്ടോന്നാണ്.
അതായത് വീണവൻ്റെ ഉള്ളിൽ പോലും ഒരു ചമ്മലുണ്ട്, ഈ കണ്ടവനോ കൂടെ നിൽക്കുന്ന ഒരു ചിരിക്കുക. ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ നാട്ടിൽ ഒരു ശവടക്ക് നടക്കുക, ഒരു ആക്സിഡൻറ്റിൽ ഒരു അമ്മ മരിച്ചുപോയി. അപ്പം മകൻ, വളരെ സങ്കടമുണ്ട് മകന്. അപ്പോൾ ഇവനിങ്ങനെ അടക്കിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കും, ഞങ്ങളെല്ലാം സങ്കടപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ പടുത കെട്ടിയിരിക്കുവാണല്ലോ, മഴ പെയ്തു. പടുതലിങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് പെട്ടെന്ന് വെള്ളം ഒരൊറ്റ ചിരി അടിച്ചിറക്കാൻ. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് പോലും ചിരി വന്നു, ഇവന്റെ ചിരി കണ്ടപ്പോ. അപ്പൊ ഇത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. അവന് അപ്പം ഇതേ തരത്തിലാണ് ഇയാളുടെ വീഴ്ചയിൽ ആസ്വദിക്കുന്ന ആളുകൾ. അപ്പം ഈ തരത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം എനിക്കറിയത്തില്ല രാജ്ഭവൻ പറഞ്ഞ ഈ പഠിച്ചിട്ട് വരും. പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, പുള്ളി അക്കാര്യത്തിൽ വിളിച്ച് ചോദിക്കാറുണ്ട്. നമുക്കറിയാവുന്ന വിഷയമാണ്, ഞാൻ പറഞ്ഞു നമ്മൾ ചർച്ച ചെയ്യാറുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞ പഠിച്ചിട്ട് വരും എന്ന് പറഞ്ഞത്. അതെ, പഠിച്ചിട്ട് വരും. അപ്പം ഇദ്ദേഹത്തിന് അടിസ്ഥാനപരമായി വിവരമില്ലാത്തതുകൊണ്ട് ചാനൽ ചർച്ച പങ്കെടുക്കാൻ വേണ്ടി അറിയാവുന്നതോട് ചോദിക്കും. അത് നല്ല കാര്യം. അതെല്ലാവരും ചോദിക്കാറുണ്ട്. ചാനൽ ചർച്ച പങ്കെടുക്കുന്ന പലരും നമ്മളെ സംശയം പലരും വിളിച്ച് ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, അതായത് രാജ്ഭവൻ രണ്ട് തരത്തിലുണ്ട്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന നമുക്ക് നല്ല ജ്ഞാനം വേണം. എന്നാൽ പോലും ഇപ്പം ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ വിദഗ്ധരോട് ചോദിക്കും. അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണ്. ഞാനിപ്പോൾ കോൺഗ്രസിന് ഇന്നലെ ഞാൻ കോഴിക്കോടെ പൊളിറ്റിക്സിനെ കുറിച്ച് വീഡിയോ ചെയ്തു. ഞാൻ കോഴിക്കോടെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാജീവ് ചന്ദ്രശേഖരോടോ അല്ലെങ്കിൽ അനൂപ് ആന്റണിയോടോ അല്ലെങ്കിൽ ഷോൺ ജോർജിനോടോ ചോദിച്ചു. ഇപ്പം മുനമ്പോ ആണെങ്കിൽ മുനമ്പത്തെ ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു കക്ഷി, ഫിലിപ്പിനോട് ചോദിച്ചിട്ട് ചെയ്തു. അപ്പം ഏത് വിഷയത്തെക്കുറിച്ചും നമുക്കറിയത്തില്ലാത്ത ലോക്കൽ ഇൻഫർമേഷൻ കിട്ടാൻ ചോദിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ നമുക്ക് അടിസ്ഥാനപരമായ വിവരം വേണം. ഞാൻ പറഞ്ഞിപ്പം ഞാൻ ചോദിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഞൊടിയിടയിലാണ്. ഇപ്പം ഞാൻ സ്ഥിരം വിളിച്ച് വിവരം എടുക്കുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെന്നോട് പറയാറുണ്ട്, ഷാജൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു രസം തോന്നും. ആപ്പടെ 5 മിനിറ്റ് ആയിരിക്കും ചോദിച്ച് വിവരം എടുക്കുന്നത്. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു. 5 മിനിറ്റ് പോലും സംസാരിക്കത്തില്ല. ഈ 5 മിനിറ്റും കൊണ്ട് നട്ടും നമ്മൾ കൊടുക്കുന്നു. അപ്പം അങ്ങനെയാവാം. പക്ഷെ ഇയാൾ പറയുന്നതും അപ്പം എന്തുകൊണ്ടാണ് ഇയാൾ ഇളിഭ്യനായത്? ഇളിഭ്യനാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഹസ്കറിൻ്റെ കാര്യം. ഹസ്കർ ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത നിലപാട് ശ്രദ്ധിച്ചു. അയാൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ചു. പക്ഷേ പാർട്ടി ഇപ്പോൾ അക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. അതെ, അതാണ്. അപ്പം ഞാൻ പറഞ്ഞ നമുക്കൊരു കാര്യം വിശദീകരിക്കാൻ കഴിയില്ലെങ്കിൽ അത് വിശദീകരിച്ച് നമ്മൾ കുളമാവുന്നതിലും നല്ലത്. എൻ്റെ നിലപാട് ഇതാണ്. ഇപ്പോൾ ഹസ്കർ എന്താ, ഇപ്പം ഞാൻ ഇന്ന് VT ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. എനിക്ക് VT ബൽറാമിനോട് എതിർപ്പുള്ള ഒരാളാണ് കേട്ടോ, ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് പിന്നീട് ഒരു കാര്യം മനസ്സിലായി, ഈ ഞാൻ നേരിടുന്നൊരു പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അതായത് മറുനാടിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നറിയാവുമ്പോൾ പോലും മറുനാടിനെതിരെ ഒരു മുസ്ലിം വികാരം ഉണ്ടെന്ന് കരുതി അകലം പാലിക്കുന്ന അതിൽ നമ്പർ 1 ആണ് VT ബൽറാം. VT ബൽറാമിന് എന്നെ ഇഷ്ടമാണ്, എന്നോട് കാര്യങ്ങൾ നല്ല അടുപ്പമായിരുന്നു. പക്ഷേ മുസ്ലിം ഭയം കൊണ്ട്, മുസ്ലിം വോട്ടർമാർ എനിക്കെതിരാണെന്ന് കരുതിയിട്ട് പുള്ളി നമുക്കൊരാപത്ത് പറ്റിയപ്പോൾ, നമ്മളെ പോലീസ് വേട്ടയാടിയപ്പോൾ ഒരു പ്രതികരണത്തിന് വേണ്ടി പീഴ്ച വിളിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കത്തില്ലെന്ന് പറഞ്ഞു VT ബൽറാം. പക്ഷേ VT ബൽറാം ലോജിക്കുള്ള ആളാണ്. അപ്പോൾ VT ബൽറാം ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് VT ബൽറാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യമുണ്ട്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യത്തിൽ തെറ്റില്ല. എന്നിട്ട് അദ്ദേഹം മലപ്പുറം ജില്ല മാത്രമല്ല, തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം ഇവയെല്ലാം കൂടെ ചേർന്നൊരു 3-4 പുതിയ ജില്ല കൂടി വരുന്നതിൽ തെറ്റില്ല പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്, ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ അല്ല. ഇനി ഈ വ്യക്തിപരമായ അഭിപ്രായം പോലും ഞാൻ ഇങ്ങനെ തന്നെ എക്കാലവും എടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലാന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഈ റെജി ലൂക്കോസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് പിണറായി വിജയൻ്റെ ഭക്തി അങ്ങോട്ട് മൂത്ത് വിജയനെക്കുറിച്ച് എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞ് ബോലിപ്പിച്ച് നശിപ്പിച്ച് ബാക്കി എല്ലാവരെയും സംഖ്യ വിളിച്ച് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടോ? ശ്രീജിത്ത് പണിക്കർ ഇട്ടിരിക്കുന്നത്. പക്ഷേ തന്നെ സംഖ്യ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന ഒരു സംഖ്യയാകുന്നത് കണ്ടിരിക്കുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ് പുള്ളി തന്നെ പോസ്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സാധാരണഗതിക്ക് നമുക്കൊരു നിലപാടുണ്ട്, ആ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്നു. ആ യോജിച്ച് നിൽക്കുന്ന മനസ്സിലാക്കും. ഇപ്പം ആ നിലപാടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം വരും. ഹസ്കറിൻ്റെ നിലപാട് മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായും. വെള്ളാപ്പള്ളി നടേശൻ CPM. പക്ഷേ ഇയാളെ എല്ലാ വൃത്തികേടുകളെയും ന്യായീകരിച്ചിട്ട് ഒരു അതായത് എല്ലാവരെയും സംഖ്യ വിളിച്ച് അധിക്ഷേപിച്ച് എല്ലാ സംഘകാര്യങ്ങളും അതെല്ലാം ചെയ്തിട്ട് ഇയാളൊരു സുപ്രഭാതത്തിൽ ഞാൻ ഇനി മുതൽ BJP ആണ്
രാജ്യത്തെ രക്ഷിക്കാൻ BJP-ക്ക് കഴിയൂ. ദ്രവിച്ചു പോയ ആശയങ്ങൾ. രാജ്മോഹൻ, നിങ്ങൾ പറയൂ, അതേക്കുറിച്ച് പറയൂ. അല്ല, അത് തീർച്ചയായും അത് പെട്ടെന്ന് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ഇന്നലെ വരെ അംഗീകരിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ മാറ്റി പറയുമ്പോൾ അത് ആൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ്. അനുഭവികൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്ക്. എന്നിട്ട് CPM-ന്റെ ക്യാപ്സ്യൂൾ എന്നാണെന്നറിയോ? ഇയാൾ സ്വയം പ്രഖ്യാപിത ഇടത് സഹയാത്രികനായിരുന്നു, ഇയാൾ ഇടതുപക്ഷം അല്ലെന്ന്. തെറ്റാണ്. ജില്ലാ സമ്മേളനത്തിൽ പ്രതിയായിരുന്നു. ജില്ലാ സമ്മേളനത്തിൽ പ്രതിയായിരുന്നു. ഏരിയ കമ്മിറ്റി അങ്ങ് കടുത്തുരുത്തി ഏരിയ കമ്മിറ്റിക്ക് തിരഞ്ഞെടുത്തിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന അവസാനത്തെ പാർട്ടി സമ്മേളനത്തിൽ ഇയാൾ അങ്ങനെയാണ് വന്നത്. ഇയാൾ പാർട്ടിയിലേക്ക് വന്നത്, ഇയാൾ വലിയ പാർട്ടിക്കാരനൊന്നുമല്ല, ഇയാൾ കേരള കോൺഗ്രസ്സുകാരൻ കണ്ടായിരുന്നു. ഇയാൾ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. എന്നിട്ട് ഇയാൾ പാർട്ടിയിലേക്ക് വന്നത് ഇങ്ങനെയാണ്. പക്ഷേ അതിനുശേഷം ഇയാൾ സമ്മേളനത്തിൽ പങ്കെടുത്ത് ജില്ലാ സമ്മേളന പ്രതിനിധിയായി ഏരിയ കമ്മിറ്റിയിലേക്ക്, ലോക്കൽ കമ്മിറ്റിയിൽ എന്തായാലും ഉണ്ട്. ഏരിയ കമ്മിറ്റി എന്നാണ് ഞാൻ പത്രവാർത്തകൾ സംശയമാണ്. ലോക്കൽ കമ്മിറ്റിയിൽ എന്തായാലും ഉണ്ട്. ഈ കടുത്തുരുത്തി ലോക്കൽ കമ്മിറ്റി ആവാം. എന്തായാലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും തെരഞ്ഞെടുത്ത് എന്നിട്ട് അയാൾ സഖാവല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പാർട്ടിയുടെ ഒന്ന് അത് ക്യാപ്സ്യൂളാണ്. ഇടത് സഹയാത്രികനല്ല, ഒന്നാം തന്നെ CPM-കാരനാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ ഇയാളൊരു കള്ള നാണയമാണ്. നിങ്ങൾ അമേരിക്കയുടെ ചരിത്രമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കാര്യം പറയാം. എനിക്കറിയാവുന്നൊരു കാര്യം, ഇയാളൊരു ചെരുപ്പ് കട നടത്തുക. അവിടെ ചെരുപ്പടി എങ്ങനെ നടത്തുക, അങ്ങനെ എന്തോ ഉണ്ട്. അതിനും ഇൻവെസ്റ്റർ എന്ന നിലയിൽ ആളുകളെ പറ്റിച്ചതിന് പേരിൽ അയാളുടെ പേര് കേസുണ്ട്. ഞാൻ ആ വാർത്ത കൊടുത്തു, എന്നെക്കുറിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വാർത്ത കൊടുത്തു, അതോടെ അയാൾ നിർത്തി. എന്നെക്കുറിച്ച് എന്തൊക്കെയോ എന്നാണ് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു, ഈ സംഘി കിങ്കി എന്ന് പറഞ്ഞിട്ട്. എന്നെയാണ് സംഘി വിളിച്ചാൽ ഓർക്കണം. ഈ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ മാതിരി ഞാൻ സംഘിയാണെന്ന് പറഞ്ഞ് എന്നെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന കക്ഷിയാണ്. ഇയാൾ ഒരു ചെരുപ്പ് കടയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പേര്, ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മറന്നുപോയി. അതുപോലെ തന്നെ ഇയാൾക്കൊരു രാഷ്ട്രീയമൊന്നുമില്ല. ഇയാൾ CPM-നോട് ചേർന്ന് നിന്നാൽ ഇയാൾക്ക് ഈ ചാനലിൽ വർത്തമാനം പറഞ്ഞാൽ നേട്ടം ഉണ്ടാവും എന്ന് കരുതി എന്തോ ഒരു ഇടനിലം പോയ കക്ഷിയാണ്. ഈ സർക്കാരിൻ്റെ ഇലക്ട്രിക് ബസ് കൊണ്ടിരുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു, ഈ മറ്റേ എവിടുന്ന് സ്വിറ്റ്സർലൻഡ്. അന്ന് അതിന് ഇടനില ചർച്ചയ്ക്ക് പോയ കക്ഷിയാണ്. ഈ പിണറായിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പിണറായിയുടെ എല്ലാ ഇടപാടുകളും വിദേശത്തായിരുന്നു. പിണറായി വളരെ ബുദ്ധിമാനായിരുന്നു. വിദേശത്താകുമ്പം ഈ കമ്മീഷൻ എന്ന നിലയിൽ എല്ലാം കൈപ്പറ്റാം. അത് ഇവിടെയല്ലേ കൈപ്പറ്റുന്നത്, ലീഗലാണ്, കുഴപ്പമില്ല. കമ്മീഷനാണല്ലോ ഞാൻ പറഞ്ഞ ഒരു വിദേശത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇടപാടിൻ്റെ കമ്മീഷൻ കൈപ്പറ്റാം. നിങ്ങളൊരു ഒരു ഒരു സാമ്പത്തിക ഇടപാട്, നിങ്ങളൊരു ബിസിനസ് ഇടപാട് കമ്മീഷനാണ്. അതിൻ്റെ ഇടനിലക്കാരൻ്റെ ഫീസാണ്, കൺസൾട്ടിങ് ഫീസാണ്. അപ്പോൾ ഈ കൺസൾട്ടിങ് ഫീസ് കൈപ്പറ്റുന്നത് ഈ വിദേശത്തെ ഏതെങ്കിലും അക്കൗണ്ടിലായിരിക്കും. ഇപ്പം പിണറായിയെ സംബന്ധിച്ചുള്ള മകൻ UAE-യിലാണ്. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് പണം കൈപ്പറ്റാൻ ഒരു പ്രയാസമില്ല. എന്നിട്ട് NRI എന്നല്ല ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് പിണറായി ഓപ്പറേറ്റ്. അപ്പോൾ ഈ പിണറായി ഇങ്ങനെ കുറേ ഇടനിലക്കാരെ കൊണ്ട് നടന്നിരുന്നു. അതിലൊരു ഇടനിലക്കാരൻ അത് സക്സസ് ആയില്ലെന്ന് രണ്ടാമത്തെ കാര്യം. പിണറായിക്ക് മനസ്സിലാക്കാണ് വരെ ഇയാളൊരു പൊട്ടന, ഇയാളെ കൊണ്ട് നടക്കുന്നത്. എന്തായാലും ഇയാളെ ചുമന്നുകൊണ്ട് പോയതാണ് സ്വിറ്റ്സർലൻഡിൽ. ആ സ്വിറ്റ്സർലൻഡിൽ ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഫോട്ടോ ദൃശ്യങ്ങൾ നേരത്തെ വന്ന സമയത്ത് ഇയാളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇയാളൊരു ഇടനിലക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പം ഈ വാർത്തകളെല്ലാം പുറത്തേക്ക് വരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നു. CPM തീർന്നു എന്ന് ബോധ്യമാവുന്നു. CPM തീർന്നു ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഇയാൾ പെട്ടെന്ന് ചുവട് മാറുകയാണ്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ രാജ്മോഹൻ, നമ്മുടെ ചർച്ചയിലേക്ക് വരാം, നമ്മുടെ പ്രധാന പോയിന്റിലേക്ക് വരാം. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് റെജി ലൂക്കോസ് അല്ല. റെജി ലൂക്കോസ് നൽകുന്ന സൂചന എന്നതാണ്. അതാണ്. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് BJP വളരുമ്പോൾ തകരുന്നത് CPM ആണ് എന്ന് ചർച്ച ചെയ്തതിൻ്റെ കൃത്യമായ ഒരു ഫോളോ അപ്പ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതെ, ഇത് റെജി ലൂക്കോസ് ബുദ്ധിമാനായതുകൊണ്ട് നേരത്തെ ചാടി. നിങ്ങൾ ആലോചിക്കണം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ഇനിയൊരു 3-4 മാസമുണ്ട്. ഈ സമയത്ത് തന്നെ റെജി ലൂക്കോസ് ചാടി എന്ന് വെച്ചാൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഇത്തരം ഒരുപാട് ചാട്ടങ്ങൾ, കൂട്ടപ്പലായനം സംഭവിക്കാൻ പോകുന്നു. കാരണം റെജി ലൂക്കോസിന് പിടികിട്ടി CPM-ൻ്റെ കഥ കഴിഞ്ഞു, ഇനി ഭരണമില്ല. UDF-ൽ അടുപ്പിക്കത്തില്ല. കാരണം UDF-ൽ കോട്ടയം ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ UDF-ൽ അടുപ്പിക്കത്തില്ല എന്ന് മാത്രമല്ല, ഇനി ഭാവി BJP-ക്കാണെന്ന് ലൂക്കോസിന് പിടികിട്ടി. അതുകൊണ്ട് റെജി ലൂക്കോസ് ഒറ്റയടിക്ക് BJP-യിലേക്ക് പോയി. യഥാർത്ഥത്തിൽ എനിക്ക് അത്ഭുതം രാജീവ് ചന്ദ്രശേഖരോടാണ്. എന്തിനാണ് യാതൊരു മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളെ എടുത്തതെന്ന് എനിക്ക് പിടികിട്ടില്ല. കാരണം ഇയാളുടെ അസ്തിത്വം എന്താണ്? ഇയാളുടെ അസ്തിത്വം എന്ന് പറയുന്നത് ചാനലിൽ പോയിരുന്ന് വിഡ്ഢിത്തം വിളിച്ച് പറഞ്ഞ് സ്വയം തേയുക എന്നുള്ളതാണ്. ഈ സ്വയം തേയുന്ന ഒരാളെ BJP-ക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം, ഇതൊരു മെസ്സേജാണ്.
ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഏരിയ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലുള്ള ചാനൽ ചർച്ചകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരുത്തനെ CPM തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പിടിച്ചു. അല്ല ബി ജെ പി പിടിച്ചു. കൃത്യമായി അവർക്കറിയാം ഇനി വരാൻ പോകുന്നത് കൂട്ടത്തോടു കൂടിയുള്ള വരവായി. അതായത് കൃത്യമായി CPM-ൻ്റെ കാലം കഴിഞ്ഞു. ഞാൻ എത്രയോ കാലമായി പറയുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോകളിലും എല്ലാ ചർച്ചകളിലും പറഞ്ഞ പോയിന്റ് രാജ്മോഹൻ, കേരളത്തിൻ്റെ രാഷ്ട്രീയം മുഴുവനായി മാറാൻ പോവാണ്. ഈ തെരഞ്ഞെടുപ്പ് അതിൽ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPIM അധികാരത്തിൽ വന്നാൽ 111 വേണ്ട 71 സീറ്റ് നേടി CPIM അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ആ സെക്കൻഡിൽ UDF-ലെ പിളരുകയും UDF-ലുള്ള ലീഗ് LDF-നൊപ്പം വരികയും ചെയ്യും. പിണറായി വിജയൻ ലീഗിനെ മന്ത്രിസ്ഥാനം കൊടുത്ത് സ്വീകരിക്കും. 4 അല്ല 5 കൊടുക്കും. എത്ര വെള്ളം കൊടുത്തു? അതായത് ഈ ഒരു സംഭവം ഉണ്ടാവുന്നു, LDF അധികാരത്തിൽ വരുന്നു, UDF-ലേക്ക് LDF-ലേക്ക് ലീഗ് വരുന്നു, ലീഗും CPM-ഉം ചേർന്നുള്ള സഖ്യം കേരളം എക്കാലവും ഭരിക്കാൻ പോകുന്നു. ഇതാണ് ഒരു സിനോറിയ. അതിൻ്റെ സാധ്യത ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ സാധ്യത CPIM തോൽക്കുന്നു, UDF അധികാരത്തിൽ വരുന്നു ഭൂരിപക്ഷത്തോടെ. ഇതാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഈ രണ്ട് സിനോറിയയിലും ഒരു കാര്യം സംഭവിക്കും. BJP കുറഞ്ഞത് 5 സീറ്റ് പിടിക്കും. പലർക്കും വിശ്വസിക്കാൻ പറ്റും. 5 സീറ്റ് പിടിക്കാം. നമ്മൾ ആലോചിച്ച് 5 സീറ്റ് പിടിക്കാം. നിയമം പിടിക്കാം, വട്ടിയൂർക്കാവ് പിടിക്കാം, കഴക്കൂട്ടം പിടിക്കാം, കായംകുളം പിടിക്കാം, പാലക്കാടോ മഞ്ചേശ്വരോ കാസർഗോഡോ ഇഷ്ടംപോലെ സീറ്റുണ്ട്. ചെങ്ങന്നൂർ പോലും ആ പയ്യൻ ഭയങ്കരമായിട്ട് നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും. മാത്രമല്ല ചെങ്ങന്നൂർ വളരെ BJPക്ക് RSSനും ശക്തിയുള്ള സ്ഥലമാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്നത്. കാട്ടാക്കട, തൃശ്ശൂരിൽ 1-2 സീറ്റ് പിടിക്കാം. സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് ജയിച്ചതിൽ തന്നെ ചില സീറ്റുകൾ അസംബ്ലി സീറ്റിൽ വലിയ ലീഡ് നേടിയിട്ടുണ്ട്. അപ്പം BJPക്ക് കുറഞ്ഞത് 5 സീറ്റ് കിട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ ആര് നിഷേധിച്ചാലും അത് സംഭവിക്കും. ഇത് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നു, UDF. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരുന്നു, BJP 5 സീറ്റ് പിടിക്കുന്നു. അപ്പോൾ CPM-ൻ്റെ അവസ്ഥ അല്ലെങ്കിൽ LDF-ൻ്റെ അവസ്ഥ ദുർബലമാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CPM-ൽ നിന്ന് കൂട്ടത്തോടുകൂടി BJP-ലേക്ക് കാരണം BJP-യുടെ വോട്ട് നില കൂടും. BJP ഇപ്പോൾ ഒരു 20 വരെ 19 വരെ എത്തിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു 25 വരെയാവും. ബംഗാളിൽ സാഹകളെ കൂട്ടത്തോട് തൃണമൂൽ കോൺഗ്രസ് ചേർന്നതിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. അതെ, തൃണമൂൽ കോൺഗ്രസ് ചേർന്ന് ഇപ്പോൾ അവിടെ നിന്ന് പതിയെ BJP-യിലേക്ക് പോകും. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്നാ സംഭവിക്കാൻ പോകുന്നത്? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കൂട്ടത്തോടുകൂടി BJP. നിങ്ങൾ ത്രിപുര എടുക്കൂ. ത്രിപുരയിലെ പാർട്ടി ഓഫീസുകൾ പോലും BJP-യുടേതായി മാറി. പെയിന്റ് അടിച്ച് മാറ്റിയവർ അപ്പോൾ തന്നെ ഈ ഇവിടെ കണ്ട കോവളത്തം കണ്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിലുണ്ടായ സംഭവം. നോക്കൂ രാജ്മോഹൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് CPM-ൽ നിന്ന് കൂട്ടത്തോടുകൂടി BJP-യിലേക്ക് ആളുകൾ വരും. കേരളത്തിലെക്കാളും അടുത്തറ ഉണ്ടാകുന്ന 2 സംസ്ഥാനങ്ങളാണ് CPM-ന് ബംഗാളും ത്രിപുരയും. ഈ കൂട്ടത്തോടെ ആളുകൾ വരും. ഇവർ എട്ടാൻ പോകുന്നത് എവിടെയാണെന്നറിയാം? കണ്ണൂരായിരിക്കും. കാരണം ഈ കണ്ണൂരിലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ മനസ്സിൽ ഇപ്പോഴും CPM-നോട് വിരോധമുള്ളവരുണ്ട്. നിങ്ങൾ നോക്കൂ, പിണറായി വിജയൻ്റെ ധർമ്മടത്ത് പിണറായി 50,000 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ചു. നമ്മൾ 35,000-40,000 പേര് അന്നും കോൺഗ്രസിനും വോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത്ര സുധാകരൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ സുധാകരൻ ലീഡ് കയറി. അത് ഞെട്ടിപ്പിച്ചു CPM-നെ. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി ഗ്രാമങ്ങൾക്ക് ഒരു പക്ഷേ ചുവപ്പ് നിറം മാറ്റി അവരെല്ലാം കൂടി വളരെ സിമ്പിളാണ്. അതായത് ഈ ഒരു ഗ്രാമത്തിൽ എല്ലാവരും കൂടി തീരുമാനിച്ച് ഇത് BJP-യുടെ പാർട്ടി ഗ്രാമമാക്കാൻ തീരുമാനിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവർ കാവി കളർ അടിച്ചു കഴിഞ്ഞാൽ CPM-ന് എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസിനെ പോലെ അല്ല, അവർക്ക് RSSന്റെ സപ്പോർട്ടുണ്ട് എന്നുള്ള കാര്യം. RSS സപ്പോർട്ടുണ്ട്, കോൺഗ്രസിൻ്റെ അവസ്ഥയിലല്ല. നോക്കൂ, കേരളത്തിലെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പറയുന്ന കാര്യങ്ങളുടെ സൂചനയാണ് റെജി ലൂക്കോസ്. പല പാർട്ടി ഗ്രാമങ്ങളും അതേപടി BJP ഗ്രാമങ്ങളായി മാറും. അറിയപ്പെടുന്ന പല പാർട്ടി നേതാക്കളും BJP-യിലേക്ക് വരും. റെജി ലൂക്കോസിന് വരാമെങ്കിൽ മറ്റാർക്കും വരാൻ പറ്റാതെ പാർട്ടിയിലെ അണികൾ മിക്ക. അപ്പം ഞാൻ പറഞ്ഞിപ്പം കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം എടുക്കുക. ഞാൻ ശോഭയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാണ്. ശോഭ കായംകുളം എന്ന് തീരുമാനിച്ച് തന്നെ പ്രവർത്തിക്കുകയാണ്. അപ്പം ശോഭ അവിടെ CPM-ൻ്റെ അടിത്തറയിലേക്ക് ശോഭ കടന്നു കയറുവാണ്. മാത്രമല്ല പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ അടിസ്ഥാന ബന്ധുവാണ്. ഇത്തരത്തിൽ BJP-യുടെ നേതാക്കന്മാർ നടത്തുന്ന ഹാർഡ് വർക്ക്, BJP കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന പണം, മോദിയുടെയും അമിത്ഷായുടെയും സപ്പോർട്ട്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും
BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിനെ തുടക്കമാണ് റെജി ലൂക്കോസിൻ്റെത്. ഈ അടുത്ത ദിവസങ്ങളിൽ അമിത്ഷാ കേരളത്തിൽ വരുന്നുണ്ട്, ഒരുപക്ഷെ 11-ാം തീയതി. ഇക്കൂട്ടത്തിൽപ്പെട്ട ഇനി ആരെങ്കിലും അമിത്ഷായുടെ മുമ്പ് ചെന്ന് മെമ്പർഷിപ്പ് വാങ്ങിക്കുന്നുള്ളത് കണ്ടറിയാം, സംഭവിക്കാം, സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവർ ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രത്യേകത ആവശ്യമില്ലാതെ വാദി പിടിക്കാറില്ല. മറ്റു പല നേതാക്കളെയും പോലെ കടന്ന് ബഹളം വെച്ച് എൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞ് വെറുതെ എടുക്കാറില്ല, വെല്ലുവിളിക്കാറില്ല. അത് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖരൻ ആവശ്യമില്ലാത്തൊന്നും പറയാറില്ല. പുള്ളി പ്രവർത്തിക്കുന്ന ആളാണ്, കൃത്യമായി പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ വിജയിച്ച ആളാണല്ലോ, വിജയിച്ച ആൾ, കൃത്യമായി പ്രവർത്തിക്കുന്ന ആൾ. അദ്ദേഹം എഴുതി വെച്ചാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ ഒന്ന് പോകണം. നമ്മൾ മാരാർജി ഭവൻ അത് നല്ല അടിപൊളി ഓഫീസാണ്. ഈ ഓഫീസിൽ അദ്ദേഹം നമ്മളൊരു അപ്പോയിൻമെൻറ്റ് കറക്റ്റ് സമയത്ത്, അതിന് മുമ്പ് അദ്ദേഹത്തിന് വിനോദ് എന്ന് പറഞ്ഞൊരു സെക്രട്ടറി ഉണ്ട്. വിനോദ് വിളിച്ച് ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ഓരോരുത്തരെയും കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടോ, അവർക്ക് വണ്ടി വേണോ വെള്ളം വേണോ, ആ കറക്റ്റ് ഫോളോ ചെയ്ത്, അല്ലാതെ ചുമ്മാ വന്ന ആരെങ്കിലും ഒരാൾക്കൂട്ടം വന്നിട്ട് ജീവൻ ചെയ്യുന്നത്, ആ കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് ചെയ്ത് മാറ്റം അറിയിച്ച് നല്ല പെർഫെക്റ്റ്. എന്നിട്ടോ രാജീവ് ചന്ദ്രശേഖർ ഒറ്റയ്ക്കാണ് കാണുന്നത്, അല്ലാതെ ഇരിക്കത്തില്ല. ഇവിടെ വന്നിരുന്നിട്ട് പുള്ളി പറയുന്ന കുറിച്ചെടുത്തിട്ട് പുള്ളി സെക്രട്ടറിയെ വിളിച്ചിട്ട് ചുമതലപ്പെടുത്തുന്നു. പിന്നെ സെക്രട്ടറിയുടെ ചുമതലയാണ് അത് ഫയലാക്കി അത് ഫോളോ ചെയ്ത് കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ CEO ചെയ്യുന്ന അതേ രീതി ഒരു ഫയൽ അവിടെ ഓപ്പൺ ചെയ്യുന്നു. ആ ഫയൽ പിന്നെ ഓഫീസുണ്ടല്ലോ, ഓഫീസ് പ്ലാൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു പലതവണ പല സാഹചര്യങ്ങൾ ഞാൻ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കാറുണ്ട്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കല്ല, ഓരോ മനുഷ്യരും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ പറഞ്ഞാൽ അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാണ്. ഒന്നും പിന്നെ നമ്മൾ പറയണ്ട. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു FCR രജിസ്ട്രേഷനോട്ട് ബന്ധപ്പെട്ടൊരു സംഭവം പറഞ്ഞിരുന്നു. അപ്പം ഞാനത് ഇനി രണ്ടാമതൊരിക്കൽ ചോദിക്കാൻ ചമ്മലെനിക്ക്. പിന്നെ പക്ഷേ എന്നെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അയ്യോ അതെന്തായി പ്രശ്നമായി മറ്റേ. ഞാൻ അത് വിളിച്ചപ്പോൾ അതേപോലെ ഞാൻ ഡൽഹിയിൽ ചെന്ന് ഈ വകുപ്പ് കൈകാര്യം ജോയിൻറ്റ് സെക്രട്ടറിയെ കണ്ട് ജോയിൻറ്റ് സെക്രട്ടറിയോട് ഞാൻ കാര്യങ്ങൾ മുഴുവൻ ബോധ്യപ്പെടുത്തി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് അവരോട് ആ ഫയലിൽ നിയമപരമായി ശരിയാക്കാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവസാനം സൈഡിട്ട് ചോദിച്ചത് അത്ര കൃത്യമാണ്. ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമള നമ്മുടെ അടുത്ത സുഹൃത്താണ്. ജയരാജ് നല്ല പക്ക പ്രൊഫഷണലാണ്. കുറേ പേരുണ്ട്, വിനോദ്, പ്രസാദ്. അതെ. ജയരാജ് ഓഫീസ് സെക്രട്ടറി ജയരാജാണ്. പക്ഷേ ജയരാജ് വളരെ പ്രൊഫഷണലായ ഒരാളാണ്. കാര്യങ്ങളെല്ലാം നല്ല ധാരണ, നല്ല അറിവുള്ള ചെറുപ്പക്കാരനാണ്. കൃത്യ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അല്ല, അവള് അത്തരത്തിലൊരു വർക്ക് അവിടെ നടക്കുന്നു. അതാണ് ആവശ്യം. അല്ല പാർട്ടി ഓഫീസിൽ ആരെങ്കിലും പിടിച്ചിരുത്തിട്ട് കാര്യം അറിവുള്ള. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തലയെന്ന് വർഷങ്ങൾക്ക് മുമ്പാട്ടോ, മറുനാടൻപുര തുടങ്ങിയ കാലത്ത് വീഡിയോ ഒന്നുമില്ല. ഈ സ്റ്റാൻലി ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാൻലി ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്, അടുത്ത കോൺഗ്രസ്സാണ്, ചെന്നിത്തലയുടെ ആളാണ്. അപ്പം എന്നെ നിർബന്ധിച്ചിട്ട് ചെന്നിത്തലയുടെ ഇൻ്റർവ്യൂ എടുക്കണം പറഞ്ഞുകൊണ്ടുപോയി. 10-12 കൊല്ലം മുമ്പാണ്. ഇത് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണ്. 10-12 കൊല്ലം KPC പ്രസിഡന്റാണ്. അപ്പോൾ KPCC ഓഫീസിൽ ആണ് പോകുന്നത്. അപ്പോൾ ഞാൻ KPCC ഓഫീസിൽ ചെന്നിത്തല കാണാൻ വേണ്ടി കയറിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു 4-5 നിര കസേര, ഈ കസേര മുഴുവൻ ആളുകളാണ്. അങ്ങനെ ഓരോരുത്തരെ തീർത്ത് നമ്മളെ കിട്ടി. ഈ ആൾ കൊടുത്തിട്ട് എന്നെ ഇൻ്റർവ്യൂ എടുക്കാനാണ്. അപ്പോഴത്തേക്ക് ഞാൻ മുമ്പിലത്തെ ബെഞ്ചിലാകുമ്പോഴത്തേക്കും പുറകിലത്തെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനവിലായിരിക്കുന്നതിനിടയിൽ എന്നെ ഇൻ്റർവ്യൂ എടുക്കാനാണ്. നമുക്ക് എന്ത് കാര്യം പറയാൻ പറ്റും? ആ സമയം പിണറായി വിജയൻ അങ്ങനല്ലോ കേട്ടോ, ഒറ്റയ്ക്ക്. എൻ്റെ അനുഭവമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പിണറായി വിജയനെ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം കാണുവാണ്, പുള്ളി പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. ഞാൻ AK സെൻ്ററിൻ്റെ മുമ്പിൽ കിടന്ന് നടന്നു പോവാണ്. AK സെൻ്ററാണല്ലോ, ഒന്ന് കയറിയേക്കാം എന്ന് പറഞ്ഞ് ഞാൻ കയറുന്നു. ഒത്തിരി കാലം മുമ്പാണ്, പാർട്ടി സെക്രട്ടറി ആയിരുന്നത്. ഞാനൊരു റിസപ്ഷൻ ഇരിക്കുന്ന ഒരു പയ്യനാണ്. അവനോട് ചോദിച്ചു, എൻ്റെ പേര് ഷാജൻ സ്കറിയ, എന്നെ അവർക്ക് പരിചയമൊന്നുമില്ല, ഞാനിനി തുടങ്ങിയ കാലം മറുനാടൻപുര എന്നിട്ട് അറിയാമെന്നോ, പിണറായി സഖാവിനെ കാണാൻ പറ്റും. മേളത്തെ നിലയിട്ട് കയറിയിട്ട് ലെഫ്റ്റിലേക്ക് പോയാൽ മതി, കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ മേളത്തെ നില കയറി ഞാൻ ലെഫ്റ്റിലേക്ക് നടന്നു പോവുകയാണ്. AK സെൻ്ററിൻ്റെ പഴയ AK സെൻ്റർ. അപ്പം വൈക്കം വിശ്വൻ ഇങ്ങനെ ബോർഡുകൾ കാണാം, ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ. കൊള്ളാമല്ലോ. ഞാനിങ്ങനെ എത്തി നോക്കി, വൈക്കം വിശ്വനോട് ഇരിപ്പുണ്ടായിരുന്നു. നോക്കുമ്പോൾ മറ്റു പലയിടത്തും ആരുമില്ല. പിണറായി വിജയൻ. ഞാനവിടെ നിന്ന് തട്ടി, വരൂ എന്ന് പറഞ്ഞു. ഞാൻ ഇത് തുറന്നകത്ത് കയറുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ആലോചിക്കുക, എൻ്റെ ഇവിടേക്ക് ഒരു വിളിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒറ്റയ്ക്കിരുന്ന് ചെയ്തു. ഞാനവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി എന്ന് പറയുന്ന പോർട്ടലിൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറേ വിഷയം വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ മിക്കവാറും പോകുമായിരുന്നു. അത് വേറെ കാര്യം. മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളിയുടെ മുറി ചെന്നാൽ ആദ്യം ഒറ്റയ്ക്കായിരിക്കും. അതല്ല, മുല്ലപ്പള്ളി പക്ഷേ എന്തോ മഹാമടിയനാന്നും മുങ്ങാറുണ്ടെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അതായത് മുല്ലപ്പള്ളി
മുല്ലപ്പള്ളി ആരെയും കാണത്തില്ല. കോഴിക്കോട് കടപ്പുറത്തോടേക്ക് നടക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം. ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയുന്നത്. ഇന്ദിരാഭവനിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. അപ്പം അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവിടെ ആരുമില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെന്ന കാര്യം എന്താണെന്നുള്ള പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഒറ്റയ്ക്കാണ്. അത് അപൂർവമാണ്. സാധാരണ കോൺഗ്രസ് ഒക്കെ അവനെ ചുറ്റും ഇങ്ങനെ ആൾ കൂടിയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഈ പറയുന്നത് ഇതൊരു തുടക്കമാണ്. കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടി തെരഞ്ഞെടുപ്പോടുകൂടി അസ്തമിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. മണ്ടനാണെങ്കിലും അയാൾ BJPയിലേക്ക് ഇപ്പോൾ പോയതിൻ്റെ പിന്നിൽ അയാൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെങ്കിലും പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തൊരു അഭ്യാസം നടക്കത്തില്ല. അത് പിണറായിയുടെ അടുത്ത് പോലും നടക്കുമായിരുന്നു. സ്തുതി കൊണ്ട് സ്തുതിച്ചങ്ങോട്ട് കയറ്റിക്കഴിഞ്ഞാൽ എന്തോ ചെയ്ത് കിട്ടും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒന്നാമത്തെ കാര്യം പിണറായിയുടെ അടുത്ത് എന്താ ഇടനില നിൽക്കാമെന്ന് ഓർത്താണ് കയറിപ്പോയത് കമ്മീഷന് വേണ്ടി. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ഒരു അഭ്യാസമാണ്. സകലരെയും ഞാൻ ഒരിക്കൽ രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു, ഒരാളുടെ കാര്യം ഒന്ന് സൂക്ഷിക്കണം, മൂർഖനാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അയാൾ മൂർഖനാണെങ്കിൽ ഞാൻ കരിമൂർഖനാണ്. അതൊരു വ്യവസായിയുടെ ആണല്ലോ. അപ്പോൾ ആരും അദ്ദേഹത്തെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതൊരു സൂചനയാണ്, വളരെ കൃത്യമായൊരു സൂചനയാണ്. കേരളത്തിലെ BJPയുടെ അല്ലെങ്കിൽ CPMൻ്റെ അടിത്തറ പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഈ CPMൽ നിന്നുള്ള ഒരു കൂട്ടപലായനം BJPയിലേക്കുണ്ടാകും. കാരണം എപ്പോഴും പറയേണ്ടത്, നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയേണ്ട സംഭവം, ഹിന്ദു പാർട്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് CPM. BJP ഹിന്ദു പാർട്ടിയാണ്. മറ്റെല്ലാ പാർട്ടികളും എല്ലാത്തിനകത്തുണ്ടെങ്കിലും പ്രിഡോമിനൻ്റ്ലി ഹിന്ദുക്കളാണ്. അപ്പം ഹിന്ദു വോട്ടിൻ്റെ ഒരു ടേൺ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പിണറായി രാവിലെ വൈകുന്നേരവും ജമാഅത്ത് ഇസ്ലാമി ഭരിക്കും, എല്ലാവരും ഓരോരുത്തർ കളത്തിൽ ഇറക്കിയിട്ട് ഓരോരുത്തർ പ്രസ്ഥാനം നടത്തിക്കുന്നത്. അത് എന്തൊല്ലമാ പറയുന്നത്, എന്തല്ല. അത് ഓർക്കണം, 99-ലും 2006, 2009-ലും 2011-ലും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പരസ്യമായ പിന്തുണയുടെ മേലെ 126 സീറ്റുകളിൽ 2011-ൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് പിന്തുണയുണ്ടായിരുന്നു. അത് എപ്പോഴുള്ളതാണല്ലോ അവർക്ക്. ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പിണറായി. ജമാഅത്ത് ഇസ്ലാമിയുടെയും PDPയുടെയും കാന്തപുരത്തിൻ്റെയും പിന്തുണ ഞങ്ങൾക്കുണ്ടേ എന്ന്. PDP മതിനെ സ്റ്റേജിലിരുത്തിയല്ലോ. അല്ല, പരസ്യമായി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം പറയാണ് UDF അധികാരത്ത് വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വർഗീയത പറയുന്നതിൻ്റെ കാര്യം എനിക്ക് പിടികിട്ടാത്ത ഒരു കാര്യം, ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യമുണ്ട്. BJPക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ട് പിടിക്കാനാണോ തിരിച്ചു പിടിക്കാനാണോ, അത് BJPക്ക് തന്നെ കിട്ടിക്കോട്ടെ ഞാൻ തോറ്റാലും എന്നുള്ളതാണോ എന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന സാഹചര്യം കൊണ്ട് ഒരു ഹിന്ദു ധ്രുവീകരണം ഉണ്ടാവും. ഈ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ ആ ധ്രുവീകരണം UDFനെതിരാവും, സംശയമില്ല. ഇത് പക്ഷേ പിണറായിക്ക് അനുകൂലമാകുമോ അത് BJPക്ക് അനുകൂലമാകുമോ? ഈ ഒരു ചോദ്യത്തിൽ മാത്രം എനിക്ക് ഉത്തരം. രണ്ട് ഹിന്ദു പാർട്ടികളാണല്ലോ. രണ്ട് ഹിന്ദു പാർട്ടികൾ. അപ്പോൾ അത് BJPക്കാരായ ആളുകൾ, ഈ ഹിന്ദു ഫീലുള്ള ആളുകൾ പിണറായിക്ക് ചെയ്യുന്നേക്കാൾ നല്ല BJPക്ക് ചെയ്യുന്നതല്ലേ. മാത്രമല്ല ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ BJP ലക്ഷ്യം വെക്കുന്നത് ഈ എത്ര 30-40 എന്ന് പറയുമ്പോൾ BJP ലക്ഷ്യം വെക്കുന്നത് ഒരു 10 സീറ്റ് താഴെയാണ്. അത്രേ വരുള്ളൂ, അത് നടക്കുള്ളൂ. അപ്പോൾ CPM ഒരുപക്ഷെ ആലോചിക്കുന്ന അതായിരിക്കും, ആ 10 സീറ്റ് പൊക്കോട്ടെ, ബാക്കിയെടുത്ത്, അതായത് BJP ജയിക്കത്തില്ല എന്നുള്ള ഒരു മണ്ഡലം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഏതാ മണ്ഡലം, തിരുവനന്തപുരത്ത് അങ്ങനെ മണ്ഡലം ഏതാ, ആറ്റിങ്ങൽ ഞങ്ങളുടെ മണ്ഡലം, എൻ്റെ അരുവിക്കര BJP ജയിക്കത്തില്ല, അരുവിക്കര ജയിക്കത്തില്ല. അരുവിക്കര BJP ജയിക്കാതിരിക്കുമ്പോൾ ഈ ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ BJP ഹിന്ദു വോട്ടുകൾ CPMന് കിട്ടും. ആ ഒരു സ്ട്രാറ്റജി ആവാം. പിണറായിയുടെ സ്ട്രാറ്റജിക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിണറായി സ്ട്രാറ്റജിസ്റ്റാണ്, സ്ട്രാറ്റജിസ്റ്റ്. എന്തായാലും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം, ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മണ്ടൻ ഇപ്പോൾ BJPയിലേക്ക് പോയിരിക്കുന്നത് ഒരു സൂചനയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും, തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ചിലർ പോകും, ഉറപ്പാണ്, കുറച്ച് ഉറപ്പാണ്. അതിനുശേഷവും വലിയൊരു പ്രവാഹം കേരളത്തിലെ BJPയിലേക്ക് CPMൽ നിന്ന് ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. CPM ഇല്ലാതാവുകയും BJP വളരുകയും UDF ശക്തിപ്പെടുകയും ചെയ്ത് UDF അധികാരത്തിലെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെടാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.